പണിക്ക് പോകേണ്ട ഒരു ദിവസത്തെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ ഇന്ന് പണിക്ക് പോകണമെങ്കിൽ തലേ ദിവസമേ തുടങ്ങണം അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ. മറ്റൊന്നുമല്ല കേട്ടോ, ഡ്രസ്സൊക്കെ റെഡിയാക്കി വെക്കണ്ടേ, യൂണിഫോമൊക്കെ തേച്ച് വയ്ക്കും. നമുക്ക് വലിയ ലുക്കൊന്നും ഇല്ലല്ലോ, നമ്മുടെ യൂണിഫോമൊക്കെ നല്ല ലുക്ക് വേണ്ടേ. അതുകൊണ്ട് യൂണിഫോമൊക്കെ തേച്ച് വെക്കാറുണ്ട്. സാധാരണ എൻ്റെ ചെറുക്കൻ എനിക്ക് തേച്ച് തരുന്നത്. അവനിപ്പോൾ തിരക്കാന്നേ, അവന് തുണിയൊന്നും തേച്ച് തരാൻ സമയമില്ല. വേറൊന്നുമല്ല കേട്ടോ, സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ ഗെയിം കളിക്കുക. പാവമല്ലേ അല്ലേ, കളിക്കട്ടെ, കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ. പിന്നെ ഫുഡ് റെഡിയാക്കി വെക്കണം അവർക്കുള്ള. 2 മക്കളാണ് എനിക്കുള്ളത് കേട്ടോ. 2 ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിലും ഒന്നും മിണ്ടാത്ത 2 പേര്. അതുകൊണ്ട് ഫുഡ് റെഡിയാക്കി വെച്ച് നമുക്ക് ഒത്തിരി സമാധാനമാണ്. അതെല്ലാം റെഡിയാക്കി വെച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമാണ്. പിന്നെ എപ്പോഴും വിളിച്ച് കഴിച്ചോ കുടിച്ചോ എന്ന് ചോദിക്കേണ്ടി വരില്ല. പിന്നെ നാട്ടിൽ നിന്ന് എൻ്റെ പപ്പായും മമ്മിയും ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എന്നിട്ട് അന്വേഷിക്കുക എന്ത് കഴിച്ചു, വെള്ളം കുടിച്ചോ എന്നൊക്കെ. അതൊക്കെ വലിയ കാര്യമല്ലേ. അത് നമുക്കൊത്തിരി സമാധാനം തരും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. പ്രാർത്ഥന അത് ഉറപ്പായിട്ടും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ കേട്ടോ. അതിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ്. പുറത്തിറങ്ങി നോക്കിക്ക്, ഇത് 7:30 ആയതേ ഉള്ളൂ കേട്ടോ. ഒരു 11 മണിയുടെ ലുക്കും, അത്ര ബ്രൈറ്റാ. ഇന്ന് ഞാൻ വണ്ടിയൊക്കെയായിട്ടാണ് പോകുന്നത്. എനിക്ക് കാര്യം പറഞ്ഞാൽ 4 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. നടക്കാനാണെങ്കിൽ ഒരു 20-25 മിനിറ്റ്. പക്ഷേ ഇന്ന് ഹോം വിസിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് വണ്ടിയും കൊണ്ട് പോകണം. കണ്ടോ എത്ര ബ്രൈറ്റാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി, പാർക്ക് ചെയ്തു. ഇനി 6 മണി വരെ ഡ്യൂട്ടി. ബൈ.